താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണേ. വീട് വേണം, സന്തോഷം വേണം, സമാധാനം വേണം, കുടുംബജീവിതം വേണം, ആരോഗ്യം വേണം, പണം വേണം, ഉയർച്ച വേണം, നന്മകൾ വേണം. ദൈവസന്നിധിയിൽ ഒരു ഭക്തനായി നാം കടന്നു ചെല്ലുമ്പോൾ ചോദ്യങ്ങൾക്ക് ആർതിയില്ല. ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ എനിക്കത് വേണം, എനിക്കിത് വേണം, അതൊക്കെ വേണം. എന്നാൽ നാം ചോദിക്കുന്നതൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് കിട്ടുന്നത് വിരളമാണ്, അല്ലേ? ഒത്തിരി ചോദിക്കുമ്പോഴാ ഉത്തിപ്പോരമെങ്കിലും വല്ലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് കിട്ടുന്നേ. എന്നാൽ നാം ചോദിക്കാതെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു കാര്യമുണ്ട്, ധാരാളമായി തന്നെ. എന്താ? പരീക്ഷകൾ. അപ്പോൾ അത് കേട്ട ഉടനെ നമ്മൾ പറയും വേണ്ട വേണ്ട. കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴും ഇത് നമ്മോട് പറയുന്നുണ്ട്, പരീക്ഷകളിൽ അകപ്പെടാതെ കാത്തുകൊള്ളുവാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല, എങ്കിലും നമ്മൾ പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടി വരും ഭക്തനായി, നാം ആഗ്രഹിക്കുന്നത് പ്രാപിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ചിന്തിക്കുവാനായി പോകുന്നത്, നാം വേണ്ട എന്ന് വയ്ക്കുന്ന ആ പരീക്ഷ, ദൈവത്തിൽ നിന്നുള്ള പരീക്ഷ എന്താണ്, ഒപ്പം ആ പരീക്ഷയെ എങ്ങനെ നമുക്ക് ജയകരമായി അതിജീവിക്കുവാൻ കഴിയും, ആ പരീക്ഷയുടെ സമയത്തിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ചോദിക്കുന്ന മനുഷ്യൻ, നമ്മൾ അങ്ങനെ ചോദിക്കുന്നവരാണ് ദൈവത്തോട്. കിട്ടുന്ന മനുഷ്യർ, നമ്മൾ അവരെക്കുറിച്ചാണ് പറയുന്നത് ഭാഗ്യവാന്മാർ. അയ്യോ, അവൻ പ്രാർത്ഥിച്ചു, അവൻ്റെ രോഗം സൗഖ്യമാക്കി, ഭാഗ്യം ഭാഗ്യം. അവൻ പ്രാർത്ഥിച്ചു, കർത്താവ് അവൻ്റെ കടഭാരത്തിൽ നിന്ന് അവനെ വിടുവിച്ചു, ഓ എത്ര വലിയ ഭാഗ്യം. അവൻ പ്രാർത്ഥിച്ചു, അവനൊരു തലമുറയെ നൽകി, വലിയ ഭാഗ്യം. അവൻ പ്രാർത്ഥിച്ചു, അവന് നന്മയുണ്ടായി. പക്ഷേ ഇവിടെ വചനം പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്ക് വേണ്ട എന്ന് നമ്മൾ മനഃപൂർവ്വമായി പറയുന്ന ഒരു കാര്യം, സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? രണ്ടും ഫലത്തിലൊന്ന് തന്നെയാണ് കേട്ടോ. നമ്മൾ ചോദിക്കുന്നത് നമുക്ക് കിട്ടുന്നു, അത് തന്നെയാണ് പരീക്ഷ സഹിക്കുമ്പോഴും സംഭവിക്കുന്നത്. പരീക്ഷകളുടെ അനന്തരഫലം അഥവാ ജയം നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന വിടുതലിനെ കൊണ്ടുവരും എന്നല്ല എനിക്ക് പറയുവാനുള്ളത്. വേദപുസ്തകം പറഞ്ഞ് പഠിപ്പിക്കുന്നതും പ്രാർത്ഥനയിൽ നാം ചോദിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. എന്നാൽ പരീക്ഷ ജയിക്കുന്നവന് ദൈവം നൽകുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെന്ന് തിരിച്ചറിയുവാൻ നാം തയ്യാറാകുമ്പോൾ ഒന്നാമതായി പരീക്ഷ സഹിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ ആഗ്രഹങ്ങൾക്കും എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നോക്കിയേ, വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം പരിശോധിച്ച് വരുമ്പോൾ ധാരാളം ഭക്തന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഭക്തന്മാരുടെ ജീവിതവുമായിട്ട് ഞാൻ പറഞ്ഞ ഈ വിഷയത്തെ ഒന്ന് കണക്ട് ചെയ്തേ. അവരുടെ ആവശ്യം എന്തായിരുന്നു? ദൈവം അവർക്ക് നൽകിയത് എന്തായിരുന്നു? അവർ ദൈവസന്നിധിയിലായിരുന്നു, അവർ പരീക്ഷ സഹിച്ചു. പരീക്ഷ സഹിക്കാതെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ഭക്തൻ്റെയും ജീവിതത്തിൽ എന്തെങ്കിലും പ്രാപിച്ചതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവിധത്തിൽ പരീക്ഷ സഹിച്ച ഒരു ഭക്തനാണ് ഞാനും. എൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദൈവസന്നിധിയിൽ ഒരുക്കപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ അവിധത്തിൽ പരീക്ഷ സഹിച്ച ഭക്തന്മാരുടെ സാമീപ്യമാണ്, ജയാളികളായി തീർന്ന ഭക്തന്മാരുടെ സാമീപ്യമാണ് ദൈവവചനത്തിനൊപ്പമായിരിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കിയിരിക്കുന്നത്. ഞാൻ അധികം സംസാരിക്കുന്നില്ല, നിങ്ങളത് ശ്രദ്ധിക്കുമല്ലോ. നോക്കി, എന്താണ് പരീക്ഷ? ഞാൻ പറയും, പരീക്ഷ എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പാണ്. വിശുദ്ധ വേദപുസ്തകം ഭക്തന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്നതായി പറയുന്ന പരീക്ഷ അത് കാത്തിരിപ്പാണ്. പരീക്ഷാകാലം എന്ന് ആ കാത്തിരിപ്പിൻ്റെ പീരീഡിനെ നമുക്ക് വിശേഷിപ്പിക്കുവാനായിട്ട് കഴിയും. ഒന്ന് ചിന്തിച്ചേ, കർത്താവ് പറയുകയാണ്, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് 6 മാസം കഴിഞ്ഞ് വിടുതൽ തരാം. ശ്രദ്ധിക്കുക, ഈ 6 മാസം കാത്തിരിപ്പിൻ്റെ സമയമാണ്, അഥവാ പരീക്ഷ, എക്സാം സീസൺ. അപ്പോൾ നമ്മൾ പലരും 1 മാസം കാത്തിരിക്കും, വേറെ ചിലർ 5 മാസം കാത്തിരിക്കും, വേറെ ചിലർ 5 മാസവും 29 ദിവസവും കാത്തിരിക്കും. പക്ഷേ വീണുപോകും. ആ സമയം വരെ ദൈവം നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട് നമുക്ക് നൽകുവാൻ തയ്യാറാകുന്ന ആ സമയം വരെ ക്ഷമയോടെ കാത്തിരിക്കുവാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ആ പരീക്ഷ ജയിക്കുവാൻ നാം പലപ്പോഴും തയ്യാറാകുന്നില്ല.
അപ്പോൾ ആ പരീക്ഷ ജയിക്കുന്നവർക്കുള്ളതാണ്, അല്ലെങ്കിൽ ആ കാത്തിരിപ്പിനെ അതിജീവിക്കുന്നവർക്കുള്ളതാണ് വിടുതൽ. നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം പരിശോധിക്കുമ്പോൾ അവിടെ ആബ്രഹാം എന്നൊരു ഭക്തനെ നിങ്ങൾക്ക് കാണുവാനായി കഴിയും. ആബ്രഹാം അവൻ ആവശ്യഭാരത്തോടെ ആയിരിക്കുന്നു. അവനൊരു കാര്യം ആവശ്യമാണ്, ഒരു തലമുറ ആവശ്യമാണ്. ദൈവത്തിന് തലമുറയെ നൽകുവാൻ കഴിയും എന്നുള്ള ഉറപ്പിനെ വിശ്വസിച്ച് ആബ്രഹാം ആ പരീക്ഷയിലൂടെ കടന്നു പോകുന്നു. 1-2 ദിവസത്തെ പരീക്ഷയല്ല, പരീക്ഷാ കാലഘട്ടം 25 വർഷം, നീണ്ട 25 വർഷം. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഞാനൊരു 6 മാസത്തെ ടൈം പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടായി. 6 മാസം എങ്ങനെ കാത്തിരിക്കും, എൻ്റെ വിഷയം അത്ര വലുതാണല്ലോ. എന്നാൽ ഭക്തനായ ആബ്രഹാം 25 വർഷം കാത്തിരുന്നു തൻ്റെ വാഗ്ദത്തം പ്രാപിച്ചെടുക്കുന്നതിന് വേണ്ടി. ആ എക്സാം സീസൺ, ആ പരീക്ഷാ കാലഘട്ടം താൻ പൂർത്തിയാക്കി. ഫലം എന്താണ്? ആബ്രഹാം ചോദിച്ചത് തലമുറയാണ്. ദൈവം തലമുറകളെ നൽകി ആബ്രഹാമിനെ അനുഗ്രഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രാപിച്ചെടുക്കുന്നവരായി മാറുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, കാത്തിരിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴത്രേ. ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള ആ കാത്തിരിപ്പിൽ നമ്മൾ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പോൾ ഈ വലിയ പ്രതിസന്ധിയുമായിട്ട് എങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും? അതൊരു പ്രശ്നമാണ്. ഒറ്റയ്ക്കാണെങ്കിൽ പറ്റത്തില്ല. കാരണം നമ്മുടെ വിഷയം അത്രമാത്രം വലുതാണ്. ആ ജോലി സ്ഥലത്തെ വിഷയം അത്രമാത്രം വലുതാണ്. കുടുംബജീവിതത്തിനകത്തെ വിഷയം അത്രമാത്രം വലുതാണ്. തലമുറകളെ കുറിച്ച് ഓർത്ത് നാം ഭാരപ്പെടുന്ന വിഷയം അത്രമാത്രം വലുതാണ്. നമ്മുടെ ബാധ്യതകൾ അത്രമാത്രം വലുതാണ്. പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല, ഇങ്ങനെ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. ശരിയാണ്. എന്നാൽ അവിടെ ആ പ്രശ്നങ്ങളും നമ്മൾ മാത്രമല്ല പരീക്ഷയിലായിരിക്കുന്നത്. ഓക്കെ, ആബ്രഹാം ആ പരീക്ഷാ സീസണിലൂടെ കടന്നു പോകുമ്പോൾ ആബ്രഹാമിനൊപ്പം ആബ്രഹാമിന് ആ വിടുതൽ നൽകുവാനുള്ള ദൈവം കൂടെയുണ്ട്. ആബ്രഹാമിനെ ദൈവം സന്ദർശിക്കുകയാണ്. ആബ്രഹാമിനോട് ദൈവം പറയുകയാണ്. എപ്പോഴാണ് ദൈവം സംസാരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 12 മുതൽ നിങ്ങൾ വായിക്കുക പ്രിയരെ, നിങ്ങൾ ബൈബിൾ വായിക്കുക. അവിടെ കാണുവാനായിട്ട് കഴിയും. ആബ്രഹാം ക്ഷീണിച്ച് തളർന്ന് കൂടാരത്തിന് പുറത്ത് വന്ന്, അയ്യോ, ഞാനൊരു മകന് വേണ്ടി ഈ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. എനിക്കിതുവരെയും ഒരു മകനെ തരുവാൻ ഈ ദൈവത്തിന് കഴിഞ്ഞില്ലല്ലോ എന്ന് ഭാരപ്പെട്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും മക്കളില്ലാത്തവനായി, തലമുറയില്ലാത്തവനായി ആയിരിക്കുന്നുവല്ലോ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ആരാധിക്കുന്നുണ്ട്, എനിക്കൊരു വിടുതൽ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. നിരാശയോടെ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും നിങ്ങൾ കിടന്നുറങ്ങുവാൻ പെടാപ്പാട് പെടുന്നത് പോലെ തന്നെ ആബ്രഹാം കൂടാരത്തിന് പുറത്ത് വന്ന് ആ സമുദ്രത്തിൻ്റെ തീരത്ത് ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി കിടക്കുമ്പോൾ അവൻ്റെ മനസ്സറിയുന്ന, ആബ്രഹാമിൻ്റെ മനസ്സറിയുന്ന ദൈവം ആബ്രഹാമിൻ്റെ അടുക്കൽ ഇറങ്ങി വരികയാണ്. ആബ്രഹാമിനോട് ദൈവം പറയുന്നു, ആബ്രഹാം, നീ നോക്ക്, ആകാശത്തിലെ ആ നക്ഷത്രങ്ങൾ നീ കണ്ടോ? ആബ്രഹാം ഉള്ളിൽ പറഞ്ഞു കാണണം ആ സന്ദർഭത്തിൽ, ദൈവമേ, ഞാൻ കാണുന്നുണ്ട്. എൻ്റെ വേദനകൾക്കൊരാശ്വാസമായി ഞാൻ ആ നക്ഷത്രങ്ങളിലേക്ക് നോക്കുന്നു. ദൈവം പറയും, ആ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ നിനക്ക് തലമുറകളെ തരും. പിന്നെയും അബ്രഹാമിൻ്റെ ശരീരം പതിഞ്ഞിരിക്കുന്ന ആ മണൽ തട്ട്, അബ്രഹാമിൻ്റെ ശരീരത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന ആ മണൽ തട്ട്, അതിനെ നോക്കി ദൈവം പറയും, അതേ, ഇതുപോലെ നിന്റെ പേര് നിലനിർത്തുന്ന തലമുറകളെ ഞാൻ തരും. അബ്രഹാം, നീ നോക്ക്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽ തീരത്തെ മണൽത്തരി പോലെ നിനക്ക് ഞാൻ തലമുറകളെ തരും. ദൈവം ആ കഷ്ടതയുടെ മധ്യത്തിൽ ആബ്രഹാമിനെ കടന്നു പോകുന്നില്ല, ആബ്രഹാമിനെ ഒറ്റയ്ക്ക് വിടുന്നില്ല, ആബ്രഹാമിനോട് കൂടിയിരിക്കുന്നു. ആബ്രഹാം വേദനിക്കുന്ന, നിരാശപ്പെടുന്ന ഓരോ സമയത്തും ആബ്രഹാമിൻ്റെ അടുക്കൽ ദൈവം കടന്നു വരുന്നു, അവനോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ പകലിലും നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലെ, അതേ സഹോദര, അതേ സഹോദരി, നീ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. നീ ആശ്വാസമായി നോക്കുന്ന പലതും, നീ ആശ്വാസത്തിനായി നോക്കുന്ന പലതും നിൻ്റേതായി തീരുവാൻ പോകുന്നു. താങ്ക് യു ലോർഡ്. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദര, ആ ജോലി സ്ഥലത്ത് നീ ആശ്വാസത്തിനായി നോക്കുന്ന പലതും അതെനിക്കുണ്ടായിരുന്നെങ്കിൽ, അതെൻ്റേതായിരുന്നെങ്കിൽ, ഓ താങ്ക് യു ലോർഡ്, അത് നിൻ്റേതായി മാറുവാൻ പോവുക. എൻ്റെ കർത്താവ് പറയുക, അത് നിൻ്റേതായി മാറുവാൻ പോവുക. ആ ജോലി സ്ഥലത്തെ ആ പൊസിഷൻ, ആ ശമ്പളം, ആ സ്ഥാനം, ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ജോലി നിനക്കുണ്ടാകുവാൻ പോകുക. ആ വരുമാനം, ഓ നിന്റെ അക്കൗണ്ടിൽ വരുവാൻ പോകുക. താങ്ക് യു ലോർഡ്. ആമേൻ. നിന്റെ മക്കൾ, നിന്റെ ഭാര്യ, നിന്റെ കുടുംബം അത് അനുഭവിക്കുവാൻ പോവുക. നീ ആശ്വാസത്തിനായി നോക്കുന്ന സഹോദരി, നിന്നോട് തന്നെ പല കുടുംബങ്ങളിലെ സന്തോഷം കാണുമ്പോൾ, ഇവൻ നിന്റെ മാതാപിതാക്കൾ സന്തോഷത്തോടെ നിനക്ക് മുമ്പിൽ അഭിനയിക്കുമ്പോൾ,
അഭിനയമെന്നോ? അതെ, നീ കരയുമ്പോൾ അവർക്ക് എങ്ങനെ സന്തോഷിക്കുവാൻ കഴിയും? അതെ, അവർ അഭിനയിക്കുകയാണ്. ആ അഭിനയം കാണുമ്പോൾ നീ ചിന്തിക്കുകയാണ്, എൻ്റെ കുടുംബജീവിതം ഇതുപോലെ. നീ ചിന്തിച്ചായിരിക്കുന്നു അവിടെ ദൈവം നിന്റെ അടുക്കലുണ്ട്, ദൈവത്തിൻ്റെ ശബ്ദം നീ കേൾക്കുകയാണ്. ഇതുപോലെ അവർ അഭിനയിക്കുന്നു, നീ അതുപോലെ ജീവിക്കുവാൻ പോകുക. സന്തോഷമുള്ള ഒരു കുടുംബം, നീ കാണുന്ന, നീ നോക്കുന്ന, നീ ആഗ്രഹിക്കുന്ന സന്തോഷമുള്ള കുടുംബജീവിതം നിന്റെ ഭർത്താവ് ഒന്നിച്ച് എൻ്റെ കർത്താവ് നിനക്ക് തരിക. സഹോദര, നിന്റെ ഭാര്യ ഒന്നിച്ച് ഈ എക്സാം സീസൺ നീ മടുത്തു പോകാതെ ദിവസത്തിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ ഭാര്യ ഒന്നിച്ച്, നിന്റെ മക്കൾ ഒന്നിച്ച് ആ സന്തോഷകരമായ കുടുംബജീവിതം എൻ്റെ കർത്താവ് നിനക്ക് തരുവാൻ പോവുക. ഇത്ര കാലമായി എൻ്റെ വിവാഹം നടക്കുന്നില്ലല്ലോ, ഭാരപ്പെടുക, എനിക്കൊരു ഉദരഫലം ജനിക്കുന്നില്ലല്ലോ, കരയുക. ഈ എക്സാം സീസൺ നീ മടുത്തു പോകാതിരിക്കുമെങ്കിൽ നീ ഇപ്പോൾ കേൾക്കുന്ന ദൈവ ശബ്ദം നിന്നെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കും. ഓ, താങ്ക് യു ലോർഡ്. അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുക. ഏറ്റവും മഹത്തരമായത് നീ ചോദിച്ചതിനെ കുറിച്ചല്ല എനിക്ക് പറയുവാനുള്ളത്. ദൈവം എനിക്ക് ഇഷ്ടമുള്ളത് നിന്റെ ജീവിതത്തിൽ തരുവാൻ പോകുക. ആ ബിസിനസ്സിൽ നീ ചോദിച്ച ആ കാര്യങ്ങളല്ല. നീ ഇന്ന് പലതിലേക്ക് നോക്കുന്നുണ്ട്, അതൊക്കെ അയ്യോ എനിക്ക് പറ്റത്തില്ല, അവർക്കൊക്കെ മാത്രം. നീ നോക്കുന്ന ചിലതിനെ എൻ്റെ കർത്താവ് നിനക്ക് തരുവാൻ പോവുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. കുഞ്ഞെ, നീ അസൂയയോടെ നോക്കുന്ന റിസൾട്ട്, ഓ താങ്ക് യു ലോർഡ്, നിനക്കതിൻ്റെ കർത്താവ് തരുവാൻ പോവുക. അപ്പോൾ ഏറ്റവും മഹത്വകരമായത് നൽകുവാൻ തക്കവണ്ണം കർത്താവ് ആബ്രഹാമിനോട് കൂടെയുണ്ട്. മാത്രമല്ല, അബ്രഹാമിൻ്റെ ജീവിതം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ നിങ്ങൾ വായിച്ച് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ അബ്രഹാം തളർന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളിലും അബ്രഹാം തളർന്നു പോകാതെ വാക്ക് മാത്രമല്ല, എത്തേണ്ട ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി അവന് വേണ്ടതൊക്കെ നൽകുന്ന ദൈവത്തെയും നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിന് ദാസന്മാരുണ്ടായിരുന്നു, ആടുമാടുകളുണ്ടായിരുന്നു, ബഹുസമ്പത്തുണ്ടായിരുന്നു. ഒരു ദേശത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ സമ്പന്നനായിരുന്നു. യാത്രയിൽ അല്ലെങ്കിൽ ആ പരീക്ഷാ കാലഘട്ടത്തിൽ, ആ എക്സാം സീസണിൽ ഒരു ദേശത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധത്തിൽ അവന് നന്മകളുണ്ടായിരുന്നു. പ്രിയരെ, ഈ എക്സാം സീസൺ, ഈ പരീക്ഷാ കാലം നിങ്ങൾ ഒന്നുമില്ലാത്തവരായി തീരുന്ന അതല്ല. നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അത് നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. എങ്കിലും നിങ്ങൾക്ക് നിലനിന്ന് പോകുവാൻ വേണ്ടത് ദൈവം നൽകും പരീക്ഷാ കാലത്തിലും. ചിലരോട് ദൈവം പറയുക, ചില സ്ഥാനങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തത്. ഇതിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. ഈ കാത്തിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പരീക്ഷാ കാലത്തിലൂടെ കടന്നു പോകുന്ന പലരും വീട്ടിൽ നിന്നൊക്കെ പുറത്താകാറുണ്ട്, കൂട്ടുകെട്ടുകളിൽ നിന്ന് പുറത്താകാറുണ്ട്. അവർക്ക് പറ്റത്തില്ല അതിൻ്റെ പ്രാർത്ഥന, ഉപവാസം. അയ്യോ ഞങ്ങളുടെ കൂട്ടത്ത് വേണ്ട, ഒഴിവാക്കി കളയാറുണ്ട്. പലരുടെയും സങ്കടം അതാണ്. അതാ ദേശത്തിന് വഹിച്ചുകൂടാതെ വണ്ണം അത് വർദ്ധിച്ചു. കൃപ വർദ്ധിക്കും, അഭിഷേകം വർദ്ധിക്കും, ശക്തി വർദ്ധിക്കും. ലോകത്തിന് അത് സഹിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവം കൂടെ കാണും, അവൻ നിങ്ങളോട് സംസാരിക്കും, തളർന്നു പോകാതിരിക്കുവാൻ വേണ്ടത് നൽകും. എവിടെ? പരീക്ഷാ സീസണിൽ പിന്മാറിപ്പോകാതെ, മടുത്തു പോകാതെ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഫലം എന്താണ്? ഏറ്റവും മഹത്തരമേറിയത്. അബ്രഹാം ഒരു പൂ ചോദിച്ചു, ദൈവം ഒരു പൂക്കാലം നൽകി അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ആമേൻ. ഒരു തലമുറയാ അബ്രഹാം ചോദിച്ചത്, ദൈവം തലമുറകളെ നൽകി അബ്രഹാമിനെ മാനിച്ചു. നോക്കിയേ, പിന്നെയും ഒത്തിരി പേരെ, പരീക്ഷയിലൂടെ കടന്നു പോകുന്ന നിരവധി പേരെ വിശുദ്ധ വേദ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിധത്തിലുള്ള ഒരാളിലൂടെ അല്പമായി ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യോസേഫ് പരീക്ഷയിലൂടെ കടന്നു പോവുകയാണ്. കടന്നു പോവുക മാത്രമല്ല, പരീക്ഷ പാസ്സായി. ആ പരീക്ഷാ സീസണിൽ, പരീക്ഷാ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അവൻ അപ്പനിൽ നിന്നാകുന്നു, തൻ്റെ പ്രിയപ്പെട്ട അപ്പനിൽ നിന്ന് മറ്റ് സഹോദരന്മാരെക്കാളുപരി. 37-ാം അധ്യായം മുതൽ ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ വായിക്കുക. മറ്റു മക്കളെക്കാളുപരി യോസേഫിനെ അപ്പനായ യാക്കോബ് സ്നേഹിച്ചിരുന്നു. ആ അപ്പനെ നഷ്ടപ്പെട്ടു. എവിടെ? പരീക്ഷാ കാലഘട്ടത്തിൽ. സഹോദരന്മാരെ നഷ്ടപ്പെട്ടു പരീക്ഷാ കാലഘട്ടത്തിൽ. അടിമയായി തീർന്നു പരീക്ഷാ കാലഘട്ടത്തിൽ. പൊട്ടക്കുഴിയിൽ വീണു പരീക്ഷാ കാലഘട്ടത്തിൽ. കാരാഗ്രഹവാസിയായി തീർന്നു പരീക്ഷാ കാലഘട്ടത്തിൽ. പക്ഷെ വചനം പറയുന്നു, പരീക്ഷയിൽ നിന്ന് പിന്മാറി പോകാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം യോസേഫിനോട് കൂടിരുന്നു. കേൾക്കണമേ, ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ എന്നെ കേൾക്കുമ്പോൾ ആ തടവറയിലായിരിക്കാം.
മനസ്സൊരുക്കിയ തടവറയിൽ എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട്, നല്ലതൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനില്ല എന്ന് ഭാരപ്പെട്ട് വേദനയോടെ ആയിരിക്കുന്ന ആ തടവറയിലായിരിക്കാം. അവിടെ നീ ഒറ്റയ്ക്കല്ല, യേശു നിനക്കൊപ്പമുണ്ട്. എന്തിനാണ്? ആ പരീക്ഷയുടെ അപ്പുറം നീ ചോദിച്ചതല്ല, തൻ്റെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ നിറവേറ്റുവാൻ. യോസേഫിനൊരു സ്വപ്നമുണ്ട്. ദൈവം നൽകിയൊരു സ്വപ്നം. സഹോദരന്മാർ തന്നെ നമസ്കരിക്കുന്നു, സഹോദരന്മാരെക്കാൾ താൻ വലിയവനായി മാറുന്നു. യോസേഫിൻ്റെ ചിന്തയിൽ പോലും കടന്നു വരാത്ത ഒന്നാണ് ദൈവം യോസേഫിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. യോസേഫിനോട് ദൈവം പറഞ്ഞതിനെ പ്രതി യോസേഫ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ ദർശനത്തെ മുൻപിൽ കണ്ട് യോസേഫ് പ്രാർത്ഥിച്ചു, സഹോദരന്മാരെക്കാൾ വലിയവൻ. അപ്പോഴെന്തായിരിക്കും യോസേഫ് ചിന്തിച്ചിട്ടുള്ളത്? സഹോദരന്മാർ ഇടയന്മാരാണ്, വലിയ ഇടയൻ. ഓക്കെ, ആ ഇടയനല്ല, വലിയ ഒരുപാട് ആടുകളെ മേയ്ക്കുവാൻ കഴിയുന്ന ഒരു ഇടയൻ. അങ്ങനെയൊക്കെ ആയിരിക്കാം യോസേഫ് ചിന്തിച്ചത്. അല്ലെങ്കിൽ അപ്പനെ പോലെ ലാബാന്റെ ഭവനത്തിൽ ബലമുള്ളതെല്ലാം വന്നു ചേരുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ച മഹാനായ ഒരിടയൻ. അങ്ങനെ ഒരു ഇടയനായിരിക്കാം. പക്ഷേ ദൈവം പ്രാർത്ഥിക്കുന്ന ഭക്തന് നൽകണമെന്ന് ആഗ്രഹിച്ചത് എന്താണ്? യോസേഫിൻ്റെ ചിന്തയിൽ പോലും വരാത്ത, അല്ലെങ്കിൽ ചിന്തയിൽ വന്നാൽ തന്നെ പേടി തോന്നുന്ന ശത്രു രാജ്യത്തിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനം. ആമേൻ. നിങ്ങൾ മനസ്സിലാക്കണമേ, ഈ പരീക്ഷ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അത്രമാത്രം വലുതാണ് പരീക്ഷയ്ക്കപ്പുറം ദൈവത്തിന് നമുക്ക് തരുവാനുള്ളത്. പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, മക്കളെ, നിങ്ങൾ തിരിച്ചറിയേ, ഈ പരീക്ഷയ്ക്കപ്പുറം ഏറ്റവും വലുത്, നിങ്ങളുടെ ചിന്തയിൽ പോലും എത്താത്തത് തരുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ക്ഷമയോടെ ഈ പരീക്ഷാ കാലഘട്ടത്തിൽ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുക. ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. സഹോദരന്മാർ നഷ്ടപ്പെട്ടു, അപ്പനെ കാണാനില്ല, പേര് പോയി, പെരുമ പോയി, തടവുകാരനായി. അതേ, നിങ്ങളെക്കുറിച്ച് തന്നെ എല്ലാം നഷ്ടപ്പെട്ടു. നിന്ദയാണ്, നിരാശയാണ്, വേദനയാണ്, കണ്ണുനീരാണ്. പക്ഷേ ഈ സീസൺ ഒരു അവസാനമുണ്ട്. കാരണം ഇത് പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് ഒരു അവസാനമുണ്ട്. എന്നും പരീക്ഷയല്ല, പരീക്ഷയ്ക്ക് ഒരു അവസാനമുണ്ട്. അത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ട്. പരീക്ഷാ കാലഘട്ടത്തിലും പരീക്ഷ കഴിഞ്ഞ് ജയിക്കുന്നവനെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. പരീക്ഷ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ്. എന്താ? ടെൻഷനും പേടിയും. എത്ര പഠിക്കുന്ന കുഞ്ഞിനും പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരിതാ. കാരണം അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. ഏത് ചോദ്യം എങ്ങനെ വരും, അല്ലേ? അതുതന്നെ ആ വിഷയം. എന്നാൽ ഒരു കാര്യം ചിന്തിക്കുക, ആ പരീക്ഷയിൽ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കടലിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പരീക്ഷിക്കപ്പെടുകയാണ്. കാറ്റ് ആഞ്ഞു വീശി, തിര ഉയർന്നു പൊങ്ങി. കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. അയ്യോ, പിന്നെയും കാറ്റ് വീശിയല്ലോ ദൈവദാസനെ, പിന്നെയും തിര ഉയർന്നല്ലോ ദൈവദാസനെ. 6-ാം അധ്യായം 45 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അത് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ, അപ്പോഴും കാറ്റും വീശി, തിരയും ഉയർന്നു. പരീക്ഷ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കടന്നു വന്നു. യേശു കടന്നു വന്നു. ആദ്യ പരീക്ഷയിൽ യേശു കൂടെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പരീക്ഷയിൽ യേശു അവരോടൊപ്പം ജോയിൻ ചെയ്തു. അതെ, നിങ്ങൾ പരീക്ഷയിലായിരിക്കുമ്പോൾ യേശു നിങ്ങളോട് കൂടെയുണ്ട്. ഇല്ലെങ്കിൽ യേശു ആ പരീക്ഷയിൽ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരും. അതേ, യേശു നിങ്ങളുടെ അടുക്കൽ കടന്നു വരും, നിങ്ങളെ എത്തേണ്ട സ്ഥാനത്തെത്തിക്കും. ഏറ്റവും മഹത്തരമായത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. അപ്പോൾ അതിനായി ക്ഷമയോടെ ഈ പരീക്ഷാകാലത്തെ അതിജീവിക്കുക, അതിനായി പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക. പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നവർ ഞങ്ങൾക്കൊപ്പമായിരിക്കുക, ഉറച്ചു നിൽക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ ഇഷ്ടത്തെ നിവർത്തിക്കും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളെപ്പോലെ പരീക്ഷ സഹിച്ച് തളർന്നായിരിക്കുന്ന അനേകർക്ക് ഈ മെസ്സേജ് എത്തിക്കുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ദൈവശബ്ദം കേൾക്കും. വഴിയിൽ തളർന്നു പോകാതെ നിങ്ങൾക്ക് വേണ്ടത് കർത്താവിൽ നിന്ന് നിങ്ങളെ പ്രാപിക്കുമാറാക്കുവാനും എത്തേണ്ട ലക്ഷ്യത്തിലെത്തും വരെ നിങ്ങളെ ഉറച്ചു നിൽക്കുമാറാക്കുവാനും പ്രൈസർ ഫാമിലിയെ കർത്താവ് പ്രയോജനപ്പെടുത്തും. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് പോലെ. എന്നാൽ കണ്ണടച്ചോ, വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ പരീക്ഷ സ്തോത്രം അവരെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. ഇനി മുൻപോട്ട് പോകുവാൻ കഴിയില്ല എന്നോർത്ത് ഭാരത്തോടെ ആയിരിക്കുന്നവർ ഇപ്പോൾ ഉറച്ചു നിന്ന് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവശക്തി അവരുടെ മേൽ പകരപ്പെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അവർ ദൈവശബ്ദം കേട്ട് മുൻപോട്ട് പോകട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ സകല രോഗബന്ധനവും വിട്ടുമാറട്ടെ. ശാരീരികമായി മാനസികമായി ബാധിച്ച് വെല്ലുവിളിക്കുന്ന സകല രോഗത്തിൻ്റെ മണ്ഡലവും ആ രോഗാത്മാവ് വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യം. താങ്ക് യു ലോർഡ്. ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. സ്തോത്രം.
കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യമാർ, ഭർത്താക്കന്മാർ സ്നേഹത്തിൽ, ഐക്യതയിൽ ചേർന്ന് വരട്ടെ. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് വിട്ടുമാറട്ടെ. ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടുകൾ മാറിപ്പോകട്ടെ. തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. ജോലി സ്ഥിരതയുണ്ടാകട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് ജോലിക്കായി കാത്തിരിക്കുന്നവർ ജോലികൾ ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ടെസ്റ്റുകൾ എഴുതി കാത്തിരിക്കുന്നവർ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. ഞെരുക്കങ്ങൾ മാറട്ടെ. ഇല്ലായ്മകൾ മാറട്ടെ. വിശാലത ഉണ്ടാകട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രാപിക്കുവാൻ തക്കവണ്ണം സമൃദ്ധി ഉണ്ടാകട്ടെ. നന്മയുടെ സമൃദ്ധി ഉണ്ടാകട്ടെ. ഓ സ്തോത്രം. ഭവനങ്ങൾ, പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. പുതിയ ഭവനങ്ങൾ വയ്ക്കട്ടെ. വാടക വീടുകളെന്ന നിരാശ മാറട്ടെ. ഓടി ഓടി മടുത്തായിരിക്കുന്നവർ ഉറയ്ക്കട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. കച്ചവടങ്ങൾ നടക്കട്ടെ. വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ. ഓ സ്തോത്രം. ആ തടസ്സങ്ങൾ മാറട്ടെ. ലോണുകൾ ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. വലിയ സാക്ഷ്യങ്ങൾ ഇന്ന് പകലിൽ ഉണ്ടാകട്ടെ. കടന്നു പോകുന്നിടത്തൊക്കെയും ജയം നൽകി ഈ ജനത്തെ അങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാളെ നാം ഒരുമിച്ചായിരിക്കും. വരേക്കും ഹാവ് എ നെക്സ്റ്റ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.